നമുക്ക് ചെയ്താൽ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ലുക്കുള്ള ഒരു ഐറ്റം ആട്ടോ, നല്ല കളേഴ്സുമാണ്. ലൈറ്റ് ഒരു ലൈലാക്ക് മിക്സഡ് ലാവണ്ടർ എന്ന് പറയാം. ലാവണ്ടർ എന്ന് അത്ര എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ലൈലാക്ക് ഷെയ്ഡ് മിക്സാണ്. പിന്നെ ദുപ്പട്ടയൊക്കെ നല്ല രസമുണ്ട്. ഓർഗൻസയുടെ തന്നെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്, ഒതുങ്ങി കിടക്കുന്ന കേട്ടോ. ഓർഗൻസ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്യാവശ്യം എന്നിട്ട് ഒതുങ്ങി കിടക്കും. അതിൽ ഫുൾ ആരിവർക്കിൻ്റെ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത്തും ഉള്ള ഐറ്റം. അപ്പോൾ ടോപ്പ് കംപ്ലീറ്റ് സെമി സിൽക്ക് ആ ഫാബ്രിക്. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പാറ്റേണിൽ എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. ഇത് താഴെ ഒരു കുഞ്ഞു ബോർഡറും ഉണ്ട് കേട്ടോ, കുഞ്ഞിൽ അത്യാവശ്യം വീതിയുണ്ട്. അപ്പോൾ തിരിച്ച് വെച്ചാണ് ഇത് തയ്ക്കേണ്ടത്. ഞാനിത് ബാർക്കോഡ് ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ കൂടുതലും ഇങ്ങനെ തന്നെ പിടിക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. റഫായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാണാൻ പക്ഷേ നല്ല ലുക്കുള്ള ഒരു ഐറ്റം കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് AJ 367, റേറ്റ് 1240. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ മിക്സഡ് ടോൺ ആട്ടോ. ഭയങ്കര ഗ്രീനും അല്ല ഭയങ്കര ബ്ലൂ അല്ലാത്തൊരു ഷെയ്ഡ്. ഗ്രീൻ്റെ ഷെയ്ഡാണ് കൂടുതൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലൂ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെമി സ്റ്റിച്ച് ആയിട്ടൊക്കെ വരുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ എന്തായാലും ഒരു XXL മേലെ ഉള്ളവർക്ക് 3X വരെയൊക്കെ ഉള്ളവർക്ക് തയ്ക്കാൻ പറ്റും. കൈക്കുള്ളത് സെപ്പറേറ്റ് ഇതുപോലെ ബോർഡർ വെക്കാനുള്ളത് ഇവിടെ. പിന്നെ മെറ്റീരിയലായിട്ടുള്ളത് എക്സ്ട്രാ പീസ് ഈ പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാം, ഭയങ്കര ലെങ്ത്താണ് കേട്ടോ. പിന്നെ നമ്പർ ഇത് താഴത്തെ ബോർഡർ. നമ്പർ വരുന്നത് AJ 368, റേറ്റ് 1240. അടുത്ത ഷെയ്ഡ് ഇതും ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല ഒനിയൻ പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. കറക്റ്റ് ഒനിയൻ പിങ്കും അല്ല, എന്നാൽ പീച്ച് എന്ന് പറയാനേ പറ്റത്തില്ല. പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിൽപ്പെട്ട ഒരു കളർ തന്നെയാണ് കേട്ടോ. നല്ല രസം, രണ്ടും കൂടെ ചേർത്തുള്ള നല്ല ഭംഗിയുള്ള കളർ. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്. ഓർഗൻസേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓർഗൻസ് പറന്ന് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് പറഞ്ഞ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് കേട്ടോ. ഇതുപോലെ കിടന്നോളും. രണ്ട് സൈഡിലൊക്കെ ഇടാനാണെങ്കിലും നമുക്ക് പറ്റുമേ. അത്യാവശ്യം ആ ഒരു വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കിടന്നോളും. അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒഴുകി പോകുന്ന അങ്ങനത്തെ സൈസല്ല, നന്നായിട്ട് കിടന്നോളൂ. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ AJ 369, റേറ്റ് 1240. നാലാമത്തെ ഷെയ്ഡ് നിങ്ങൾ ഊഹിച്ച് കാണുമല്ലോ, ഏകദേശം ഈ ഒരു കളർ ചാർട്ടിലൊക്കെ വരാറുള്ള സെയിം കളേഴ്സ് തന്നെയാണ്. ഇതും നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ല ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ്. നോർമൽ ഗ്രീൻ അല്ല, കുറച്ച് യെല്ലോ ടോൺ വരുന്ന സൈസ്. നല്ല ലൈറ്റായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ ലെങ്ത് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലോടൊപ്പം പറ്റുന്ന രീതിക്കാണ് കൊടുത്തേക്കുന്നത്. താഴത്തെ ബോർഡർ ആണെങ്കിലും ഇങ്ങനെ ഫുൾ എൻഡ് ഫിനിഷ് ചെയ്ത് വന്നേക്കുന്നുണ്ട്. പിന്നെ വെട്ടിപ്പോകാനൊന്നുമില്ല. നല്ല ലെങ്തി ആയിട്ടാണ് നിങ്ങൾക്ക് തയ്ക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു 48, 49 ഒക്കെ ഇട്ട് തയ്ക്കാൻ പറ്റും. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കാണ്. ഇത് ഫുള്ള് അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കേട്ടോ. എംബ്രോയ്ഡറി തന്നെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്പർ AJ 370, റേറ്റ് 1240.